ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, നമ്മൾ ഇന്നലെ സംസാരിച്ച വിഷയത്തിൽ ഒരു വലിയ രീതിയിലുള്ള വീഴ്ച സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷെ അപ്പോഴും അതിനുശേഷം മന്ത്രിമാരുടെയൊക്കെ പ്രതികരണം പക്ഷെ അത്തരത്തിലൊന്നും അല്ല നമ്മൾ കേൾക്കുന്നത്. ഈ വിദ്യാർത്ഥി ഏതൊരു തെറ്റ് എന്നുള്ള തരത്തിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പോവുകയാണ്. ഇതിപ്പോൾ ഇനി പഴിചാരിയിട്ട് കാര്യമില്ല, വിദ്യാർത്ഥിയുടെ ഒരു ജീവനാണ് നഷ്ടമായത്. ഇതിലിനി വേണ്ട നടപടി അതിലേക്കും മറ്റൊന്നുള്ളത് ഈ വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, അതൊക്കെയല്ലേ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും അതൊക്കെയല്ലേ തരണം ചെയ്യേണ്ടത്? ഇല്ല, ആ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമല്ലല്ലോ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം 13 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് സഹപാഠികൾ നിയന്ത്രിച്ചിട്ടും അല്ലെങ്കിൽ സഹപാഠികളുടെ വാക്ക് പോലും കേൾക്കാതെ ആ കെട്ടിടത്തിന് മുകളിൽ, ഷെഡിന് മുകളിൽ വലിഞ്ഞു കയറി കമ്പിയിൽ പിടിച്ചു എന്നാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞത്. ആ അപകടം ഉണ്ടാകുമെന്ന് നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയില്ലല്ലോ. അധ്യാപകരാരും അതിന് കുറ്റക്കാരല്ല, ആരും അതിന് കുറ്റക്കാരല്ല, കുട്ടിയാണ് കുറ്റക്കാരൻ എന്ന നിലയിലേക്കാണ് കേരളത്തിന്റെ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രതികരിച്ചത്. ഈ അസഹിഷ്ണുതയാണെന്ന് കേരളം ഏറ്റവും കൂടുതൽ അസഹിഷ്ണുതയോടുകൂടി തന്നെ കേരളം നോക്കിക്കാണുന്നത്. കാരണം മന്ത്രിമാർക്കും ഗവൺമെന്റിനും ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു വൈകാരികത്വം ഇല്ലായ്മ, അതിനോടുള്ള ഒരു ഇൻസെൻസിറ്റീവ്നെസ്, അതാണ് ഏറ്റവും പ്രധാനം. അത് കെട്ടിടം ഇടിഞ്ഞു വീണപ്പോഴും നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സഹോദരി മരണപ്പെടാനിടയായ സാഹചര്യം ഉണ്ടായപ്പോഴും നിർവികാരമായ സമീപനമായിരുന്നു സർക്കാർ ഭാഗത്തുനിന്നുണ്ടായത്. അത് തന്നെയാണ് ഈ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പരിഹാസവും പുച്ഛവും ഒക്കെ ഉപേക്ഷിച്ച്, ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ ഉപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടതാണ്. അതിന് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു, വളരെ പ്രധാനമായി ആ കുടുംബത്തിന്റെ പുനരധിവാസം പൂർണ്ണമായും ഏറ്റെടുക്കണം. പൊളിഞ്ഞ് തകർന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു കുടിലാണ് സത്യത്തിൽ അവർ താമസിക്കുന്നത്. ചോർന്നൊലിക്കുന്ന കെട്ടിടമാണ്, അതിന്റെ ഭിത്തി പിളർന്നിരിക്കുന്നു. ഒരു തരത്തിലും വാസയോഗ്യമല്ലാത്തൊരു വീട്ടിലാണ് സത്യത്തിൽ ആ പാവപ്പെട്ട തൊഴിലാളി കുടുംബം ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പുനരധിവാസം തൊഴിൽ രംഗത്തും അതുപോലെ ഭവനം നിർമ്മിച്ചും വീട്ടിൽ ഒരാൾക്ക് ഒരു തൊഴിലെങ്കിലും കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിന്റെ പുനരധിവാസം ഉറപ്പുവരുത്താൻ കഴിയണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ, കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ളവരെ മാതൃകാപരമായ നടപടിക്ക് വിധേയമാക്കാൻ തീർച്ചയായിട്ടും തയ്യാറാകണം. ഒരു സംശയവും വേണ്ട. ഈ കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിനും ഇലക്ട്രിസിറ്റി ബോർഡ് ഉൾപ്പെടെയുള്ള അധികൃതർക്കുമുള്ള പങ്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ശക്തമായ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അനിവാര്യമാണ് എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. ഇതിലിപ്പോൾ ഈ അല്പം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ നൽകണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുള്ള മിഥുന്റെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്ന് മാനേജ്മെന്റിനോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിപ്പോൾ പ്രധാന അധ്യാപികയ്ക്ക് മാത്രം ഒരു നടപടി എന്നുള്ള തരത്തിലേക്ക് ഇത് ഒതുങ്ങില്ലേ? കാരണം ഈ വൈദ്യുതി വകുപ്പ് അത്തരത്തിൽ ആ ആളുകൾക്കും ഈ ഒരു സംഭവത്തിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ. കാരണം കുറച്ചു കാലങ്ങൾക്ക് മുൻപ് തന്നെ ഈ സ്കൂൾ അധികൃതർ പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള കാര്യം എന്നാണ് അവർ ഇന്നലെ പ്രതികരിച്ചത്. പക്ഷെ അതിനുശേഷം ഇപ്പോഴും ആ വൈദ്യുതി ലൈൻ അത്തരത്തിൽ തന്നെ കിടക്കുകയും അതിലൊരു നടപടിയിലേക്കും കടക്കാത്തത് കൊണ്ടുകൂടിയാണല്ലോ ഇത്തരത്തിലുള്ള ഒരു അപകടം സംഭവിച്ചത്. ഈ പ്രധാന അധ്യാപികയ്ക്ക് മാത്രമാണോ ഇതിൽ ഉത്തരവാദിത്തമുള്ളത്? അല്ല, പ്രധാനാധ്യാപികയുടെ ചുമലിൽ കുറ്റം ചാർത്തി മാനേജ്മെന്റ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, മാനേജ്മെന്റ് എന്ന് പറയുന്നത് CPM-ന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള CPM നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അതിലെ മൈനാഗപ്പള്ളി കിഴക്ക് ഏരിയ കമ്മിറ്റി, ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതിന്റെ എക്സ് ഒഫീഷ്യൽ മാനേജറായിട്ട് വരുന്നത്. പൂർണ്ണമായും പാർട്ടിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ഉള്ള ഒരു പള്ളിക്കൂടം എന്ന നിലയിൽ മാനേജ്മെന്റിന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം കഴിഞ്ഞ മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്ന ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ, അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷവും എന്തുകൊണ്ട് ഒന്നുകിൽ അത് വൈദ്യുതി നീക്കം ചെയ്തില്ല, അല്ലെങ്കിൽ അത് പവർ സപ്ലൈ കട്ട് ചെയ്തില്ല? തീർച്ചയായിട്ടും മുൻകരുതൽ എടുക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവരെ മാതൃകാപരമായ നടപടിക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഭാവിയിൽ സമാന സ്വഭാവത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കഴിയൂ. അതിനാവശ്യമായ നടപടികളാണ് സത്യത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്.
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.